ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഖില രഞ്ജിത്ത് ഓൺ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് കാണാൻ പറയുക എൻ്റെ വീടാണ്, കൊല്ലത്താണ് ഞങ്ങൾ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വന്ന്, ഇന്നലെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഇത് മാർച്ച് 12-ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 11-ാം തീയതി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ കാര്യം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് കരുതി നമ്മൾ എത്തി. അതിന് ശേഷം അമ്മയ്ക്ക് നല്ല പനിയുണ്ട്, പക്ഷേ അമ്മ അമ്പലത്തിൽ പോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാനും ഉണ്ണിയും കൂടി അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ വെളിച്ചിക്കാലിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇച്ചിരി ഒരു 8 മണിയൊക്കെ ആയി കാണാം, അപ്പോഴേ ഇറങ്ങാമെന്ന് കരുതിയത്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് കാട്ടിലമ്പലത്തിലോട്ടാണ്, അവിടെ പോകാമെന്നാണ് കരുതിയത്. അങ്ങനെ ജസ്റ്റ് ഒരു ചാറ്റൽ മഴയ്ക്കൊക്കെ ശേഷം മഴയൊക്കെ ഒതുങ്ങി. അപ്പോൾ ആ പോയ ബസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ വരും, കാരണം ഞാൻ അതിനകത്തായിരുന്നു ക്ലാസ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ എത്തി. കൊല്ലം എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ മെമ്മറീസൊക്കെ കാണുമല്ലോ, കാരണം എൻ്റെ സ്ഥലമാണല്ലോ. അപ്പോൾ ഈ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ഞാൻ +1 +2 പഠിച്ചപ്പോൾ എൻ്റെ കോളേജിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, കടപ്പാക്കട റൂട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അകത്തൂടിയൊക്കെ നടന്ന് പാലമൊക്കെ ചാടിയിട്ട് ഇവിടെ വന്ന് ഇതിൽ ഇറങ്ങും ബസ് സ്റ്റോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് മണ്ടത്തിലോ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. വല്ല ട്രെയിൻ പിടിച്ചായിരുന്നെങ്കിൽ അന്ന് മരിച്ചു പോയാൽ. അങ്ങനെ പിന്നെ അന്നത്തെ ഒരു കുഞ്ഞിതിൽ നമ്മളിങ്ങനെ വരും. പിന്നെ ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകാൻ ബസ്സൊക്കെ കയറിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം ഇവിടേക്ക് എത്തി. ഇതിപ്പോൾ സ്റ്റാൻഡിൻ്റെ അടുത്താണ്, KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. അതിനൊക്കെ ശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ജങ്കാറിൽ കയറിയിട്ട് പോകാമെന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ജങ്കാർ വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ജങ്കാർ വന്ന് നമുക്ക് വേറൊരു വഴിയെ പോയാൽ നേരെ അമ്പലത്തിനടുത്തെത്താം. അത് വേണ്ടാന്ന് കരുതി ഇതാകുമ്പോൾ ജങ്കാർ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ നിറഞ്ഞൊന്നും ഇരിപ്പില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതിനകത്ത് കയറി കുറേ നാളിന് ശേഷം ഞാൻ വരുന്നത്. അങ്ങനെ അതിനകത്ത് കയറിയിട്ട് നമ്മൾ നേരെ കുറച്ച് നേരം അവിടെ നിന്നാൽ ഉണ്ണി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. ഞാൻ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്നതാണ് ഉണ്ണിക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റത്തില്ല എന്ന് കരുതിയിട്ടായിരിക്കും അവിടെ പോയി നിന്നത്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടന്ന് വേണം അമ്പലത്തിൽ പോകാൻ. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന വഴിയിൽ ഞാൻ എൻ്റെ മുടി കെട്ടിവെച്ച്, ഇനി മുടി അഴിച്ചിടണ്ടെന്ന് കരുതിയിട്ട് അമ്പലത്തിൽ കയറാനുള്ള അല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ മുടിയാൻ കെട്ടി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിനകത്തൊക്കെ കയറി. പിന്നെ അവിടുത്തെ അർച്ചനയ്ക്കുള്ള രസീതൊക്കെ എഴുതിയിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. അല്ല ഇത് എഴുതിയില്ല, അമ്മ അത് എഴുതാൻ പോകുന്നേ ഉള്ളൂ, നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞാനുണ്ണി അവിടെ വെച്ച് അടിയായി. ഈ അടി അവിടെ നിന്ന് കൂടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാലുകൊണ്ട് അടി കൂടി. അതിന് ശേഷം ഞാനും ഉണ്ണി അമ്മയും കൂടി ബാക്ക് സൈഡിലൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പശുവൊക്കെ കിടപ്പുണ്ട്. ഈ പശുവിൻ്റെ പാലെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല ഈ പശുവിനെ എന്തിനാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ പശുവിനെ കണ്ട് പശുവിൻ്റെ അടുത്ത് ബായിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങി. അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്മ പോയി 2 ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ നേരെ പോയി കഞ്ഞി കുടിക്കാൻ പോയി. കഞ്ഞി ഒരു പാത്രത്തിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു, കാരണം കഞ്ഞി പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ കഞ്ഞി കുടിക്കണമല്ലോ എന്നുള്ള കാര്യത്തിൽ അമ്മ വഴക്കുറയൊന്നും പറഞ്ഞ് ഒരു പാത്രത്തിൽ മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. ഞാൻ കഴിച്ചില്ല, വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് അതിന് ശേഷം ആ മുറുക്ക് ഞാൻ കഴിച്ച മുറുക്ക് കൊള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഒരു ജങ്കാറിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ജങ്കാർ താഴെ വന്ന്. അങ്ങനെ നമ്മൾ ഇനി ജങ്കാറിനകത്ത് കയറിയിട്ട് അടുത്തടുത്തോട്ട് നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ജങ്കാർ താണ്ടി ആദ്യം ഈ സൈഡിൽ നിർത്തിയില്ല, കാരണം ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയതുകൊണ്ട് അത്രയും നടക്കേണ്ടി വന്നത്. പിന്നെ ഇവിടെ എത്തിയതാണ്ട് ആ മാമൻ തുറന്നൊക്കെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം സാവധാനം, പണ്ടത്തെ പോലെ ഇപ്പോൾ തള്ളൊന്നും പിടിക്കേണ്ട, പണ്ട് നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ടാണോ തിരക്കില്ലാത്തതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ജങ്കാറിലൊക്കെ കയറി. ഞാൻ ചെരുപ്പിട്ടില്ല, അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അതിനകത്ത് ചവിട്ടാൻ വയ്യായിരുന്നു ചൂട് കാരണം. പിന്നെ അതൊക്കെ പിടിച്ചതിനകത്ത് നിന്നുണ്ട് വെള്ളത്തിൽ ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല, അത് പോയി. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ വെള്ളത്തിൽ കയറാമെന്ന് കരുതിയിട്ട് ഞാൻ സമാധാനിച്ച് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് വണ്ടിയിലാണെങ്കിൽ നല്ല ചൂടുണ്ട്, ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അതിന് ശേഷം നമ്മളെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിക്കാമെന്ന് കരുതി. കേക്കിൽ ഞാൻ തന്നെയാണ് എഴുതിയത് ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അപ്പോൾ ഞങ്ങളെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല പനിയായി.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ഗായ്സ്.